അങ്ങനെ ഇങ്കൂസിന് ആനുവൽ എക്സാമായി. എല്ലാ എക്സാമും പോലൊക്കെ തന്നെ ഇപ്പോൾ എല്ലാ എക്സാമും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. ഇത് ഉച്ച വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവൻ്റെ രാവിലെ അവനെ കുളിപ്പിച്ച് റെഡിയാക്കുകയൊക്കെ ചെയ്തു. അവനക്ക് ജലദോഷം ചെറിയ പനി ഉണ്ടായിരുന്നു. എന്നാലും കണ്ണെഴുതി കൊടുക്കും കേട്ടോ. അതെൻ്റെ ഇഷ്ടമാണ്. എപ്പോഴും കണ്ണെഴുതിയിട്ടാണ് സ്കൂളിൽ വിടുള്ളൂ. അതുപോലെ LKG എന്നുകൊണ്ട് വരില്ല, മക്കൾക്ക് ഹോൾ ടിക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ എടുത്ത് പറക്കി വെച്ച് അവനെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് ഞാനും കോച്ചോട്ട് പോവാണ്. പിന്നെ പോകണ വഴിക്ക് സ്കൂളിൻ്റെ അടുത്തുള്ളൊരു കടക്കാർ അവനക്ക് ക്രയോൺസ് വാങ്ങണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂൾ തുറന്നിട്ട് അവനക്ക് എത്ര ക്രയോൺസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കണക്കില്ല കേട്ടോ. കാരണം അത്ര എണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പുള്ളി എല്ലാം കളഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ പുതിയൊരു 2 എണ്ണം കൂടി മേടിച്ച് ഒരെണ്ണം സ്കൂളിലും കൊടുത്തു, ഒരെണ്ണം വീട്ടിലും വെച്ചു. അങ്ങനെ അവനെ ക്ലാസ്സിൽ കൊണ്ട് വിട്ടിട്ട് ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഞാവൽപ്പഴം വീണ് കിടക്കുന്ന ഇങ്ങനെ കാണാട്ടോ. കാണുമ്പോൾ നമുക്ക് കൊതിയാവും. പക്ഷെ ഒരെണ്ണം പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാം ചാടി ഇങ്ങനെ ചതഞ്ഞിട്ടായിരിക്കും ചാടിക്കിടക്കുക. അങ്ങനെ സ്കൂളിൽ നിന്ന് അവനെ വന്ന് വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഒക്കെ ചക്ക ഏകദേശം പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടിയെന്ന് ഇഫ്താറിന് എടുക്കാം എന്നൊക്കെ വച്ചിട്ടായിരുന്നു. പക്ഷേ വെട്ടിയപ്പോൾ പണിപാളി കൂഴച്ചക്കയായിരുന്നു. പിന്നെ അതിനെ വഴറ്റിപ്പറിക്കൊക്കെ വെച്ചു കേട്ടോ. വഴറ്റിപ്പറിക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 12:30 ടൈമായി. പിന്നെ ഞാൻ അവിടെ നിന്ന് കൊച്ചിനെ വിളിക്കാനായിട്ട് പോയി. വീടിൻ്റെ മേലെ കയറിന്ന് അവനെ വിളിച്ചു. നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ നോമ്പൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് പറ്റില്ലാണ്ടായി പോകും. വണ്ടിയും കൊണ്ട് അങ്ങനെ അവനെ കയറി വിളിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ചക്കയുടെയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കാം.